ഹലോ. ജോലി ഉപേക്ഷിച്ച് ശ്രുതി വീട്ടിലേക്ക് വരുമ്പോൾ പ്രീതി ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ ആ ജോലി രാജിവെച്ചില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് കേട്ടിട്ട് ശ്രുതി പറയുന്നുണ്ട്, രാജിവെച്ചു ചേച്ചി. അയാളുടെ മുഖത്ത് നോക്കി തന്നെ നേരിട്ട് ചെന്ന് ഞാൻ ആ രാജിക്കത്ത് സമർപ്പിച്ചു. അയാളുടെ നേരെ നല്ലതുപോലെ അയാളോട് ഞാൻ പറയുകയും ചെയ്തു എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അമ്മായി പറയുന്നുണ്ട്, അതേതായാലും നന്നായി മോളെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അടുക്കളയിൽ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി അവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് ശ്യാം ശ്രുതിക്ക് ഇഷ്ടമുള്ള സാലഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ശ്രുതിയുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് ശ്യാം പറയുന്നുണ്ട്, ശ്രുതിയുടെ മനസ്സിപ്പോൾ നല്ല ചൂടായിട്ട് ഇരിക്കുകയല്ലേ, അതുകൊണ്ടാണ് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രുതിക്ക് വേണ്ടി കുറച്ച് ഫ്രൂട്ട് സലാഡൊക്കെ എൻ്റെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ ശ്യാം പറയുമ്പോൾ ശ്രുതിക്കത് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ശ്രുതിക്കും പ്രീതിക്കും അമ്മായിക്കും ഓരോ സ്പൂൺ എടുത്തു കൊടുത്ത് ശ്യാം പറയുന്നുണ്ട്, എല്ലാവരും കഴിക്കുക എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ശ്യാമിൻ്റെ ഒരു ഫോൺ കോൾ വരുന്നത്. ശ്രുതിയും പ്രീതിയും നല്ല സന്തോഷത്തോടു കൂടി ആസ്വദിച്ച് കഴിക്കുമ്പോൾ ശ്യാം ഫോണിൽ ആരോടോ സംസാരിക്കുന്നുണ്ട്. കല്യാണത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്യാം സ്നേഹത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇഷ്ടമുള്ളത് ചെയ്യണം, ഇഷ്ടമുള്ളവരെ നമ്മൾ കല്യാണം കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനും എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ തിരഞ്ഞെടുക്കും, അതല്ലേ മനസ്സിന് സന്തോഷം എന്നൊക്കെ ഇങ്ങനെ ശ്യാം പറയുമ്പോൾ ശ്രുതി ഇതൊന്നും കേൾക്കാതെ സാലഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്യാം പറയുന്ന ഭാഗത്തേക്ക് ശ്രുതി നോക്കുന്നേയില്ല. എന്ന ശ്യാം ശ്രുതിയെ നോക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. പിന്നീട് അശ്വൻ റൂമിൽ ഇങ്ങനെ ശ്രുതിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അശ്വൻ്റെ ലോണ്ടറിയിൽ കൊടുത്ത ഡ്രസ്സെല്ലാം കൊണ്ടുവരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, സാറിൻ്റെ പാൻറ്റിൽ നിന്നും കിട്ടിയതാണ് എന്ന് പറഞ്ഞിട്ടൊരു പൊതി അശ്വൻ്റെ കയ്യിൽ കൊടുത്ത് അവിടെയുള്ള ജോലിക്കാരൻ പോകുന്നുണ്ട്. ആ പൊതി അഴിച്ച് അതിൽ നോക്കുമ്പോഴാണ് കുറച്ച് മുത്തുകൾ കാണുന്നത്. അത് കണ്ട് അശ്വൻ്റെ മനസ്സ് ശ്രുതിയിലേക്ക് പോവുകയാണ്. ശ്രുതിയുടെ ഡ്രസ്സിൽ നിന്നും വലിച്ചെടുത്ത ആ മുത്തുകളാണ് അശ്വൻ്റെ കയ്യിലുള്ളത്. അശ്വൻ ആ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി റൂമിലേക്ക് വന്ന് ബാഗെല്ലാം തട്ടി അതിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഓരോന്ന് കട്ടിലെടുത്തിടുമ്പോഴാണ് ശ്രുതിയുടെ ബാഗിൽ നിന്നും ഒരു ചാവി താഴേക്ക് വീഴുന്നത്. പെട്ടെന്ന് ശ്രുതി അത് കണ്ട് അതെടുത്തിട്ട് അങ്ങനെ ആലോചിക്കുന്നുണ്ട്. അന്ന് അശ്വൻ്റെ കയ്യിൽ നിന്നും വീണ ചാവിയാണ് ശ്രുതിയുടെ കയ്യിലുള്ളതെന്നും അതെല്ലാം ശ്രുതി ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പ്രീതി അങ്ങോട്ടേക്ക് വരുന്നത്. പ്രീതിയെ കാണുന്ന ശ്രുതി അത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് കണ്ട് പ്രീതി ചോദിക്കുകയാണ്, എന്താ ശ്രുതി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി പറയാണ്, അത് ചേച്ചി വഴിയിൽ നിന്നും കിട്ടിയതാണ് എന്നൊക്കെ പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, ആ സ്വഭാവം ഇപ്പോഴും നിനക്ക് മാറിയിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് ആ ഫോണ് ഒന്ന് തരുമോ നിൻ്റെ, ഞാൻ അച്ഛയും അമ്മയൊന്ന് വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രീതി അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ശ്രുതി ആ ചാവി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് അശ്വിൻ്റെ അടുത്തേക്ക് അഞ്ജലി വരികയാണ്. അഞ്ജലി പറയുന്നുണ്ട്, കുഞ്ഞാ നീ എന്താ ആലോചിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അശ്വിൻ ഒന്നുമില്ല ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അഞ്ജലി അശ്വിനെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീ വാ ഭക്ഷണം കഴിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ അശ്വൻ പറയുന്നുണ്ട്, ചേച്ചിയും കൂടെ വാ എന്നാലേ ഞാനും ഭക്ഷണം കഴിക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി പറയുകയാണ്, എനിക്ക് തിരുവാതിര നോമ്പല്ലേ കുഞ്ഞാ, അതുകൊണ്ട് എനിക്ക് പറ്റില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അശ്വൻ പറയുകയാണ്, എന്താ ഞാൻ അളിയനെ വിളിച്ച് ഇപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം പറയുകയാണ്, ചേച്ചിയുടെ ആരോഗ്യത്തിന് തന്നെ അത് പ്രശ്നമാണ് എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി പറയുകയാണ്, അതൊന്നും വേണ്ട കുഞ്ഞാ, അളിയനെ ഞാൻ വിളിച്ച് തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അതിനുള്ള ഒരു കാര്യം വരുന്നുണ്ട്, ശിവപാർവതി ദിവസം അന്നൊരു വഴിപാടുണ്ട്, അന്ന് അമ്പലത്തിൽ എല്ലാവർക്കും പോകണം, അന്ന് അളിയൻ ഇങ്ങോട്ടേക്ക് വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അത് കേട്ടിട്ട് അശ്വൻ പറയുന്നുണ്ട്, അതുവരെ ചേച്ചി കാത്തു നിൽക്കുകയാണോ ഈ നോമ്പ് നോറ്റ് എന്നൊക്കെ പറയുന്നു.
എന്നിട്ട് അഞ്ജലി പറയുകയാണ്, ഞാൻ ലാവണ്യയെ വിളിച്ച് ലാവണ്യയോട് പറയട്ടെ ഈ നോമ്പെടുക്കാൻ എന്നിങ്ങനെ പറയുമ്പോൾ അശ്വൻ പറയുകയാണ്, വേണ്ട ചേച്ചി, അതൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അഞ്ജലി അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ കുഞ്ഞനിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഓരോ കാര്യങ്ങളും. പുറത്ത് വന്ന് നിന്ന് മുത്തശ്ശി ഓരോന്ന് ആലോചിക്കുകയാണ്. അശ്വൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് മുത്തശ്ശി ആകെ അസ്വസ്ഥമായിരിക്കുമ്പോഴാണ് അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നത്. മുത്തശ്ശി വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം, കുഞ്ഞിനും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, മോളെ എനിക്ക് കുഞ്ഞിൻ്റെ ഈ പോക്ക് കണ്ടിട്ട് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് നാശത്തിലേക്കാണെന്ന് എനിക്ക് തോന്നുന്നു. അവൻ ആര് പറഞ്ഞാലും ഒന്നും കേൾക്കുന്നില്ല. അവന് തോന്നിയത് മാത്രമേ അവൻ ചെയ്യുന്നുള്ളൂ. ഈ പോക്ക് നല്ലതിനല്ല എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി പറയാണ്, എനിക്കറിയാം മുത്തശ്ശി, ഞാൻ പറഞ്ഞാലും കുഞ്ഞൻ കേൾക്കുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, അതെനിക്കറിയാം. അവൻ്റെ അച്ഛനെ പോലെ അവനും ആവരുത്, അതിന് നമുക്ക് ഒരു നിയന്ത്രണം വെക്കണം എന്നിങ്ങനെ പറയുമ്പം അഞ്ജലി പറയുന്നുണ്ട്, എങ്ങനെ അമ്മേ, അവനിന്ന് ആ ശ്രുതിയോട് ചെയ്തത് എത്രമാത്രം വലിയ തെറ്റാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? എന്തൊരു ക്രൂരതയാണ് അവൻ ആ ശ്രുതിയോട് ചെയ്തത്. വേറെ വല്ല പെൺകുട്ടിയാണെങ്കിൽ ഈ വീടിനെ അവൾ ശപിച്ചു പോയേനെ. ഇത് ശ്രുതി അങ്ങനെ ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ശ്രുതിയെ പുകഴ്ത്തി പറയുന്നുണ്ട്. നീ അവനോട് ഈ കാര്യം സംസാരിച്ചോ എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി പറയാണ്, ഇല്ല മുത്തശ്ശി, അവനത് പറഞ്ഞാലും കേൾക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അവനിങ്ങനെ പോയാൽ അവൻ്റെ ജീവിതത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ബിസിനസ്സും ജീവിതവും രണ്ട് രീതിയാണ് എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, അവൻ്റെ തീരുമാനങ്ങളൊന്നും ഇതുവരെ തെറ്റായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയാണ്, ബിസിനസ്സിൽ അവൻ വിജയിച്ചിട്ടുണ്ട്, പക്ഷേ അവൻ്റെ ജീവിതത്തിലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശി. അവൻ്റെ തീരുമാനം ശരിയായിരിക്കും മുത്തശ്ശി എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയാണ്, നീ ഉദ്ദേശിച്ചത് ലാവണ്യയെ പറ്റിയാണോ? ലാവണ്യ അവന് ചേർന്ന ഒരു പെണ്ണേ അല്ല. അവൾ വന്നാൽ അവൻ്റെ ജീവിതം നല്ല രീതിയിലാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവൾ ഈ വീട്ടിലേക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ല, അവളെ ഞാൻ വെച്ച് വായിക്കില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ അഞ്ജലി ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, മുത്തശ്ശി വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം, കുഞ്ഞിനും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഞ്ജലി അവിടുന്ന് പോവുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ ആകെ അസ്വസ്ഥമായി നിൽക്കുന്നുണ്ട്. പിന്നീട് ശ്രുതി അടുക്കളയിൽ നിന്നും ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് നിൽക്കുമ്പോൾ പ്രീതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രുതി, നിനക്ക് എന്താ പറ്റിയേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയാണ്, ചേച്ചി, അയാളുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല. അയാളോട് പറഞ്ഞതൊന്നും പോരാന്ന് എനിക്ക് തോന്നുന്നു. എന്തൊക്കെ ക്രൂരതകളാണ് അയാൾ എന്നോട് ചെയ്തത്. അയാളുടെ മുഖത്ത് നോക്കി ഇനി എനിക്ക് പറയണമെന്നുണ്ട്. എനിക്ക് ഒരു തവണയെങ്കിലും അയാളെ ഇനി കാണണം എന്നൊക്കെ പറയുമ്പോൾ പ്രീതി പറയുകയാണ്, വേണ്ട മോളെ, ഇനി നീ അതിന് പോവണ്ട, ആ അധ്യായം അവിടെ അടഞ്ഞു, ഇനി നീ അയാളെ കാണാൻ പോകരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴാണ് അമ്മായി പ്രീതിയെ വിളിക്കുന്നത്. അങ്ങനെ ശ്രുതി വീണ്ടും ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ശ്രുതിയെ അമ്മ വിളിക്കുന്നത്. അമ്മ എല്ലാ കാര്യങ്ങളും ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ജോലി രാജിവെച്ചു അമ്മ, ഉറപ്പല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതെ അമ്മ, ഞാൻ രാജിവെച്ചു, പിന്നെന്താ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് പ്രീതി അങ്ങോട്ടേക്ക് വന്ന് ആ ഫോൺ മേടിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നത്. പ്രീതി പറയുന്നുണ്ട്, ഞാൻ അവളൊക്കെ ശ്രദ്ധിച്ചോളാം അമ്മ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി അപ്പുറത്തേക്ക് മാറി നിന്ന് വീണ്ടും അശ്വിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശ്രുതി മനസ്സിൽ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നത് ശരിയാണ്, ഇനി അയാളെ കാണാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രീതി ഫോൺ കട്ട് ചെയ്തിട്ട് ശ്രുതിയോട് ചെന്ന് പറയുന്നത്, അമ്മയോട് ഞാനാണ് പറഞ്ഞത് നീ രാജിവെച്ച കാര്യങ്ങളൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്രുതി അത് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ പ്രീതി പറയുന്നുണ്ട്, മോളെ നിനക്ക് എന്ത് പറ്റി ശ്രുതി എന്നൊക്കെ ചോദിക്കുമ്പോൾ ചേച്ചി, അയാളുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്നും മാറുന്നില്ല. അയാൾ എന്നോട് എന്തൊക്കെയാണ് ചെയ്തത്, അയാളോട് എനിക്ക് 2 വാക്ക് ഇനിയും പറയണം എന്നൊക്കെ പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, വേണ്ട, ഇനി നീ അയാളെ കാണാൻ പോവണ്ട എന്നൊക്കെ പറഞ്ഞ് പ്രീതി ദേഷ്യപ്പെടുമ്പോൾ ശ്രുതിയോട് ചെയ്ത ഓരോ കാര്യങ്ങളും എണ്ണമിട്ട് പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, ഇനി നീ അയാളെ കാണാൻ പോവണ്ട എന്ന് തീർത്ത് പറയുകയാണ്.
അങ്ങനെ പ്രീതി അവിടെ നിന്നും പോകുമ്പോൾ ശ്രുതി ഓരോ കാര്യങ്ങളും ചിന്തിച്ച് അസ്വസ്ഥമായി ഇങ്ങനെ നിൽക്കുന്നു എന്ന് കാണിക്കുന്നത്.